ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ കാണിക്കാൻ പോകുന്ന ഷർട്ട് മോഡൽ കോളർ ചുരിദാറിൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് കാണിച്ചു തരുന്നത് കേട്ടോ. അതിന് നമ്മൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ ഫുള്ളായി കാണുക. ഞാൻ ലൈനിങ്ങൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിടിപ്പിച്ചതിന് ശേഷം ഞാൻ ആ ഫ്രണ്ട് ഓപ്പൺ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 9 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. കട്ടിങ്ങിൻ്റെ അടിയിൽ ഒരു 4 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊരു 2.5 ഇഞ്ച് വീതിയിലുള്ള ഒരു തുണി എടുത്തിട്ട് നമ്മൾ ആദ്യം അതിൻ്റെ ഒരു വശം ഒന്ന് മടക്കി അടിക്കുക പറഞ്ഞാൽ ആ കട്ട് ചെയ്താൽ അതുവരെ വേണ്ടുള്ളൂ, അതിൻ്റെ താഴേക്ക് വേണ്ട കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇപ്പുറത്തെ വശവും ഇതേമാതിരി ചെയ്യുക. ഇപ്പുറത്തെ വശം ചെയ്യുമ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്യണം, അത് ആ കട്ട് ചെയ്തതിൻ്റെ അവിടുന്ന് ഒരു 1.5 ഇഞ്ചും കൂടി താഴേക്ക് വെച്ചിട്ട് ഒന്നും കൂടി കട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ടാണ് നമ്മളത് മടക്കി അടിക്കേണ്ടത്. അപ്പോൾ ആ ഭാഗത്തൊരു വി പോലെ അടിക്കേണ്ടതാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒന്ന് കട്ട് ചെയ്തിട്ട് 2 സൈഡും ഒന്ന് മടക്കി കൊടുത്താൽ അത് വി പോലെ ആയി. അതിന് ശേഷം നമ്മൾ അതിൻ്റെ വക്കിൻ്റെ കൂടെ ഒന്ന് തയ്ച്ചെടുക്കുക കേട്ടോ. അതുകൊണ്ട് അത്രയും വേണ്ടുള്ളൂ, കുറേ ദൂരമൊന്നും വേണ്ട. നമ്മൾ ആദ്യം കട്ട് ചെയ്തതിൽ അതിനേക്കാൾ കുറച്ച് മേലേക്ക് ആക്കിയിട്ട് ഒന്ന് തയ്ച്ചെടുക്കുക, അത്രേ വേണ്ടുള്ളൂ. സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. വേറെ അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളൊരു പൈപ്പിങ് ഫ്രണ്ട് നമ്മൾ തല കൊള്ളാനും നമുക്കൊന്ന് ബട്ടനും ഷോ ബട്ടനൊക്കെ വയ്ക്കാനൊക്കെ സൗകര്യത്തിനാണ് നമ്മൾ ഫ്രണ്ട് ഓപ്പൺ കൊടുക്കുന്നത് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഷോൾഡർ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം 2 ഷോൾഡറും 1.5 ഇഞ്ച് സ്ലോപ്പിലൊക്കെ വെട്ടിയിട്ട് അതിൻ്റെ ഒക്കെ പാട് ഉൾപ്പെടുത്തിയ വീഡിയോ ഒരുപാടാവും. അപ്പോൾ കോളർ എങ്ങനെ വെക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഷർട്ടിൻ്റെ കോളറിൻ്റെ ക്യാൻവാസ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ക്യാൻവാസിൽ നമ്മൾ ഷർട്ടിൻ്റെ ആ ഒരു പീസ് വെച്ചില്ലേ, പീസ് വെച്ചതടക്കം ഉൾപ്പെടുത്തിയിട്ട് ആ റൗണ്ട് നെക്കിൻ്റെ റൗണ്ട് എത്രയാണോ ചുറ്റളവ് നോക്കുക. ആ ചുറ്റളവ് നോക്കിയിട്ട് അതിൻ്റെ പകുതി കേട്ടോ, എത്രയാണോ നിങ്ങൾ അളവെടുക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ പകുതി എടുത്തതിന് ശേഷം നമ്മളതിൻ്റെ ക്യാൻവാസിൻ്റെ നീളത്തിൽ എത്രയാണോ നീളം വെച്ചാൽ ആ നീളത്തിൽ നമ്മളതൊന്ന് വരച്ചെടുക്കുക. അതിന് ശേഷം നമ്മളൊന്ന് വരഞ്ഞെടുക്കുക കേട്ടോ. ആ താഴത്തേത് 1 ഇഞ്ച് വീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. 1 ഇഞ്ച് വീതിയിലുള്ള പീസ് എത്രയാണോ നെക്കിൻ്റെ അതിൻ്റെ പകുതി അളവ് എടുത്തിട്ട് നമ്മൾ വരച്ചെടുത്തിട്ട് മുകളിലത്തെ പീസ് 1.5 ഇഞ്ച് വീതിയിലാണ് കേട്ടോ. നമ്മൾ അവിടുന്ന് ഒരു 3/4 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റിയിട്ട് വേണം നമ്മൾ ഈ 1.5 ഇഞ്ചുള്ള വീതിയിലുള്ളത് നമ്മൾ മുകളിലത്തെ കോളർ അടയാളപ്പെടുത്തട്ടോ. ഷർട്ടിന് 2 കട്ടിങ്ങാണ് കോളറിൻ്റെ. ആ ഒരു 2 പീസായിട്ട് ആ 2 സെപ്പറേറ്റ് യോജിപ്പിക്കുകയാണ്. എന്നതിന് ശേഷം അതിൻ്റെ സൈഡിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് മേലേക്ക് കയറ്റിയിട്ട് ഒന്ന് റൗണ്ടാക്കിയിട്ട് ഒന്നെടുക്കുക. ഇത് താഴത്തെ. ഇനി ഇത് മേലെ കേട്ടോ. മേലെ ആകുമ്പോൾ നമ്മൾ ആ കൂർപ്പ് വരാൻ ആ ചതുരത്തിൻ്റെ അവിടെ നിന്ന് നേരെ ഒരു കോണ് പോലെ ഒന്ന് വെട്ടിയെടുത്താൽ മതി, അത്രയേ ഉള്ളൂ. അതിന് ശേഷം നമ്മൾ അയൺ ചെയ്തിട്ട് അതിനൊന്ന് തുണിയിൽ ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഒട്ടിച്ചിട്ട് നമ്മളതിന് ഒന്നിച്ച് വേണമെങ്കിൽ ഇങ്ങനെ വീതിയുള്ള തുണിയാവുകൊണ്ട് ഞാൻ മടക്കി വെച്ചിട്ട് തയ്ക്കുകയാണ്. അല്ല നമ്മൾ സെപ്പറേറ്റ് ആണെച്ചാൽ സെപ്പറേറ്റ് 2 തുണിയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. എന്നതിന് ശേഷം നമ്മൾ ആ ക്യാൻവാസ് ഒട്ടിച്ചതിൻ്റെ ആ അരൂക്കടെ തന്നെ തയ്ച്ച് വരിക കേട്ടോ. ആ അരൂക്കടെ തന്നെ തയ്ച്ച് വന്നിട്ട് നമ്മളൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് അവിടെ നിർത്തിയതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് കത്രിക കൊണ്ടൊന്ന് നമ്മളൊന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. കൂർപ്പ് കട്ട് ചെയ്തതിന് ശേഷം ഇതിനെ തിരിച്ചിടുക. ഉള്ളിലേക്ക് ക്യാൻവാസിൻ്റെ ആ ഇത് പോകണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനൊന്ന് മറിച്ചിടുക. നമ്മൾ ഈ മൂലയൊക്കെ വേണമെങ്കിൽ ഒരു നൂല് വെച്ചിട്ടൊക്കെ ഒരു ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് വലിച്ചെടുക്കാനൊക്കെ സൗകര്യമാണ് കേട്ടോ. അതിൻ്റെ ആ കോണ് മറിച്ചിട്ടിട്ട് അപ്പോൾ ആ കൂർപ്പൊക്കെ കണ്ടിട്ടില്ലേ, ഷർട്ടിന് ഇങ്ങനെ നല്ല ഷാർപ്പ് കൂർപ്പ് വൃത്തിയിൽ കിടക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുക. അതിന് ശേഷം അതിൻ്റെ മുകളിൽ അടി കൊടുക്കുക കേട്ടോ. കണ്ടോ നിങ്ങൾ ആ ഒരു മോളടി കൊടുക്കുന്നത്. ഇതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഷർട്ടിൻ്റെ കോളർ വരുമ്പോൾ മുകളിലത്തെ വശം ആദ്യം നമ്മളിതിനെ തുണിയൊക്കെ പിടിപ്പിച്ച് വെക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തുക കേട്ടോ. നമ്മൾ ആ ഭാഗത്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പേ വേണ്ട, 1/2 ഇഞ്ചും വേണ്ട, 1/4 ഇഞ്ച് കുറച്ചേ വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് മാത്രം നിർത്തിയിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയുക. പിന്നെ നമ്മൾ താഴത്തെ പീസും ഇതേമാതിരി ക്യാൻവാസ് ഒട്ടിച്ചൊരു തുണിയിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്യാൻവാസിനെ സെപ്പറേറ്റ് ഇതാണ്ടോ 1/2 ഇഞ്ച് വീതം തയ്യൽ തുമ്പ് നിർത്തിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേമാതിരി ഒരു പീസും കൂടി വയ്ക്കുക, സാധാ പ്ലെയിൻ തുണി വയ്ക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ വെച്ച ക്യാൻവാസ് അടിച്ചില്ലേ, അതതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ചെയ്തിട്ടില്ലേ, ആ സെൻറ്റർ പോയിൻ്റ് ചെയ്തതും ഇതും കൂടി സെൻറ്ററിലായിട്ട് ഈ രണ്ടാമത് അടിച്ച ക്യാൻവാസില്ലേ അതിൻ്റെയും സെൻറ്റർ വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു സെൻറ്ററിൽ വെച്ചിട്ട് ഇതിനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് സെൻറ്റർ എന്നൊക്കെ മനസ്സിലായി, എന്നാലാണ് തുല്യ അകലാവുള്ളൂ. 2 വശത്തേക്കും തുല്യ അകലാവാൻ അതിൻ്റെ നടുക്ക് പോയിൻറ്റിൽ അടയാളം എന്തായാലും വെക്കണം.
എന്നാലാണ് നമുക്ക് ആ പോയിൻ്റ് മാറാതെ കറക്റ്റ് അളവിൽ കിട്ടുള്ളൂ. കണ്ടോ എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്ക്. എന്നിട്ട് അതിൻ്റെ ആ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്ത് കളയുക. എന്നതിന് ശേഷം നമ്മളതിനെ ഒന്ന് ആ തുണിയിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് മറിക്കുക എന്നിട്ട് കറക്റ്റ് ആ അളവിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളിക്കുക. മുകളിൽ നമ്മൾ ക്യാൻവാസിൽ മാത്രം കട്ട് ചെയ്യാനൊരു അരഞ്ച് വെച്ചിരുന്നില്ല, അതുപോലെ കട്ട് ചെയ്ത് വൃത്തിയാക്കുക. എന്നതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അതായത് പുറം വശത്ത് വെച്ചിട്ട് ആ ക്യാൻവാസ് ഉള്ള ഭാഗമല്ല സ്റ്റിച്ച് ചെയ്യേണ്ടത്. ആ ക്യാൻവാസ് ഇല്ലാത്ത ഭാഗം നമ്മൾ ആ നെക്കിൻ്റെ 4 ഓർ സ്റ്റിച്ച് ചെയ്യുക. ഉൾവശത്തേക്കാണ് ഈ ക്യാൻവാസ് ഉള്ള ഭാഗം സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോഴാണ് നമ്മൾ മറിച്ചിടുമ്പോൾ നമുക്ക് ക്യാൻവാസ് ഉള്ള ഭാഗം ഉള്ളിലേക്ക് പോവുള്ളൂ കേട്ടോ. അപ്പോഴാണ് നമ്മൾ ആ ഒരു മറിച്ചിട്ടിട്ട് തയ്ക്കുമ്പോൾ കണ്ടില്ലേ ഉള്ള ക്യാൻവാസുള്ള ഭാഗം കറക്റ്റ് ഉള്ളിലേക്കായിട്ട് നമ്മളതിൻ്റെ തയ്യൽ തുമ്പൊന്ന് മടക്കി ഉള്ളിലേക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മൾ ഷർട്ടിൻ്റെ കോളർ വെച്ചിട്ട് നമ്മൾ ചുരിദാർ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ ഷർട്ടുള്ള ചുരിദാർ ഞാൻ എപ്പോഴും ഇടുന്നുണ്ട്. എപ്പോഴും അങ്ങനത്തെ ഒരു മോഡൽ നമുക്ക് നല്ലൊരു പെർഫെക്റ്റാണ്. നമുക്ക് ഇടുമ്പോൾ നെക്കൊക്കെ നല്ലൊരു വൃത്തിയാണ് ഇങ്ങനെ ഇടുമ്പോൾ. നമുക്ക് നമ്മൾ ഷർട്ടിൻ്റെ കോളർ വെച്ചിട്ടുള്ള ഒരു ഇനി നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ടിലൊക്കെ ഒരു ഷോ ബട്ടണൊക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി? ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.